എല്ലാവർക്കും ഗൈഡ് ടു ഹൈറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് എബിൻ മാത്യു വർഗീസ്, ഒരു സർട്ടിഫൈഡ് എഡ്യൂക്കേഷൻ കൗൺസിലറാണ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് റെഫ്യൂസൽസിനെ പറ്റിയാണ്. എനിക്ക് റെഫ്യൂസൽ വന്നു, അപ്പോൾ ഞാനിനി എന്താണ് ചെയ്യുക, ആൻഡ് ഇങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഫ്യൂസൽ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമ്മൾ മനസ്സിൽ വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ടോപ്പിക് ഫോർ ടുഡേ, ആൻഡ് സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേസ് വീഡിയോ. നിങ്ങൾ ആക്ച്വലി ഈ ടൈറ്റിൽ വായിച്ചതുപോലെ നമുക്ക് ആദ്യമേ ഈ റിജക്ഷൻസ് വരാൻ പല കാരണങ്ങളുണ്ട്. ഓക്കെ, ഒരു കാര്യം മാത്രമല്ല, 10 കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഓസ്ട്രേലിയക്ക് ഒരു റീസൺ കിട്ടിയാൽ തന്നെ അവർക്ക് റിജക്ഷൻ ചെയ്യാൻ ആ ഒരു കാരണം മതി അവർക്ക്. ഓക്കെ, ഞാൻ ഇതിനെപ്പറ്റി പറയുന്നതിന് മുമ്പേ എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ്. അതായത് 2 വീക്സ് അഗോ എനിക്കൊരു പേരൻസ് എന്നെ ഫോൺ വിളിച്ചു. സാറേ, അവർ ഭയങ്കര വിഷമത്തോടായിരുന്നു. ആൻഡ് സാറേ, എനിക്ക് അത്യാവശ്യമായിട്ട് സാറിനെ കാണണം, ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നോട്ടെ. ഞാൻ പറഞ്ഞു യെസ്, വൈ നോട്ട്, ഓഫീസിൽ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓഫീസിൽ വന്നു. ആൻഡ് അവർക്ക് റിജക്ഷൻ വന്നതിൻ്റെ ഒരു അവരുടെ ഒരു കഥ പറയാനാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, റിജക്ഷൻസ് ലെറ്റർ കാണിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വായിച്ച് നോക്കി. അപ്പോൾ ഞാനിവിടെ ഏജൻസിയുടെ പേരൊന്നും പറയുന്നില്ല, ഒരു നല്ല വലിയ ഏജൻസിയാണ്, ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗ് പ്രോഗ്രാമാണ്. യൂണിവേഴ്സിറ്റിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ നല്ല മാർക്കുണ്ട്, എനിക്ക് 75 അബോവ് മാർക്കുണ്ട് ആ കുട്ടിക്ക്. പ്ലസ് IELTS ഓൾസോ നഴ്സിംഗ് ആയതുകൊണ്ട് 7 ഈച്ച് ഉണ്ടായിരുന്നു, ലൈക്ക് PT 65. ദെൻ അവർക്ക് ഫിനാൻഷ്യലി അവർക്ക് ഓക്കെ ആയിരുന്നു. നമുക്ക് 13 lakhs ഇൻകം ഉണ്ടായിരുന്നു. ആൻഡ് ദേ വേ പ്രിറ്റി മച്ച് സ്ട്രോങ്. ഓക്കെ, ഗവൺമെൻറ് എംപ്ലോയിയും കൂടെ ആയിരുന്നു. മദറാണോ ഫാദറാണോ? ഓക്കെ, സോ ദേ വേ പ്രിറ്റി മച്ച് സ്ട്രോങ്. എന്നിട്ട് ദേ ഗോട്ട് റിജക്ഷൻ. എനിക്ക് റിജക്ഷൻ വന്നതിലല്ല മെയിൻ സങ്കടം. എൻ്റെ മെയിൻ സങ്കടം എന്ന് വെച്ചാൽ, ഞാൻ ആ റിജക്ഷൻ ലെറ്റർ ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് ഫിനാൻഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ വാസ് നോട്ട് പ്രോപ്പർലി റിട്ടൺ എന്നുള്ള രീതിയിൽ. അതായത് ആ ഏജൻറ്റ് ആരാണോ ഫയൽ ചെയ്തത്, ബിക്കോസ് ലെവൽ 2 യൂണിവേഴ്സിറ്റിയാണ്, അപ്പോൾ ഫിനാൻഷ്യൽ ഷുഡ് ബി എ ബിറ്റ് സ്ട്രോങ്. അപ്പോൾ ഫിനാൻഷ്യൽസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പർലി മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് അത് പറഞ്ഞിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഐ വിൽ നോട്ട് റിട്ടേൺ ബാക്ക് ടു ഹോം കൺട്രി. അത് സാധാരണ എല്ലാവർക്കും വരുന്നത്. പക്ഷേ ഈ റീസൺസ് എല്ലാവർക്കും ഉണ്ടാവാറില്ല. ദാറ്റ് പ്രോബ്ലം ഓഫ് ഷോയിങ് ദാറ്റ് ഡോക്യുമെൻറ്റ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡോക്യുമെൻറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവത്തില്ല, അല്ലെങ്കിൽ അത് പ്രോപ്പർലി മെട്രിക്സ് പോലെ ചെയ്തിട്ടുണ്ടാവത്തില്ല, അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവത്തില്ല. ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. ചിലപ്പോൾ വിട്ടുപോയതാവാം. ബട്ട് അത് കാരണം ആ കൊച്ചിന് റിജക്ഷൻ വന്നു. ബിക്കോസ് നഴ്സിംഗിന് റിജക്ഷൻ റേറ്റ് വളരെ കുറവാണ്. അപ്പം അറ്റ് ദിസ് പോയിൻ്റ് ഓഫ് ടൈം ഓസ്ട്രേലിയ ഇത്രയും സെൻസിറ്റീവായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ റീസൺ നിങ്ങൾക്ക് ഇത്രയും സീരിയസ്നെസ്സിനോടാണ് അവർ ആ ആപ്ലിക്കേഷൻ ചെയ്തത്. അതുകൊണ്ട് എനിക്കതിലാണ് ഏറ്റവും വലിയ സങ്കടം. അതായത് നമുക്കൊരു അഡ്മിഷൻ ലൂസ് ആവാമെന്ന് പറയുന്നത് വലിയൊരു സങ്കടമാണ്. അപ്പം ആ പേരൻസ് വന്നത് വേറെ അഡ്മിഷൻ ചെയ്യാമെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. ബട്ട് നമുക്കിനിയും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ അതാണ് ആദ്യത്തെ എൻ്റെ പോയിൻ്റ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്ലീസ് കൺസൾട്ട് വിത്ത് ദി റൈറ്റ് ഏജൻറ്റ്. ടു ബി ഓപ്പൺ, നിങ്ങൾ വളരെ തുറന്നു പറയുകയാണ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ ഓൾഡ് ദി ഏജൻറ്റ് ഈസ്. 30, 40, 50 വർഷമായിട്ട് നാട്ടിൽ അല്ലെങ്കിൽ വേൾഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഞങ്ങൾക്ക് ഈ അക്രഡിറ്റേഷൻ ഉണ്ട്, ആ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇതുണ്ട്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഐ ഡോണ്ട് കെയർ. ഓക്കെ, നിങ്ങൾ ഇത്രയും സെൻസിറ്റീവായിരിക്കുന്ന ഒരു കൺട്രി ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡ്, നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷൻ ശരിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ സീറോ. ബിക്കോസ് ആ കുട്ടിയുടെ സമയം, ആ പേരൻസിൻ്റെ സമയം, ആ കുട്ടിയുടെ ഒരു വർഷം, അവരുടെ പൈസ റീഫണ്ട് ആവുന്നെങ്കിലും പറയാം. ബട്ട് ദ ടൈം, ഇതെല്ലാം ലൂസായിട്ട് അവർ ഇത്രയും സാക്രിഫൈസ് ചെയ്തിട്ടാണ്. ബിക്കോസ് ഈ 1.5 വർഷമായിട്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് പിള്ളേർ ഹൂ ഈസ് സ്ട്രഗ്ലിങ് ഇൻ ദിസ് പ്രോസസ്സ്. ഓക്കെ, അവർക്ക് പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അവർക്ക് ഡെഫർമെൻ്റ് നടന്നു, പിന്നെ ജൂലൈ വന്നു, പിന്നെ ദേ ഹാഡ് ടു യൂണിവേഴ്സിറ്റി കൊടുത്തില്ല. അപ്പം ഇഫ് യു സീ, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ നോക്കിയാൽ ദർ ആർ സോ മെനി സ്റ്റുഡൻസ് എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചും എനിക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത് വന്ന്, ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ടു ഇറ്റ്. സോ ബി വെരി കെയർഫുൾ വെൻ യു ചൂസ് യുവർ ഏജൻറ്റ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൂ ഓർ ഇറ്റ് ഈസ്. ദ പേഴ്സൺ ഷുഡ് ഹാവ് എക്സ്പീരിയൻസ്. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം. അവരിരിക്കുന്ന സ്റ്റാഫിനും അത് ശരിയായിരിക്കും. ദ ഏജൻറ്റ് വലിയ ആൾക്കാരായിരിക്കും, സമ്മതിച്ചോ, അവർക്കെല്ലാം ഉണ്ടാവും. ബട്ട് ഇരിക്കുന്ന ഏജൻറ്റ്, ദ കൗൺസിലർ should be very strong in doing those files. So അതാണ് അത്. മിസ്റ്റേക്സ് ഡു ഹാപ്പൻ. സോ
ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിൻറ്റ്. ഓൾവേസ് ചൂസ് യുവർ ഏജൻറ്റ് റൈറ്റ്. ഞാൻ എല്ലാ വീഡിയോസും പറയുന്നതാണ്, നിങ്ങളുടെ ഏജൻറ്റ് റൈറ്റ് ആക്കണം, നിങ്ങളുടെ കോഴ്സ് ചൂസ് യുവർ റൈറ്റ് കോഴ്സ് ആൻഡ് ചൂസ് എ റൈറ്റ് യൂണിവേഴ്സിറ്റി. സോ ദാറ്റ്സ് വിത്ത് ദി ഫസ്റ്റ് പോയിൻറ്റ്. അടുത്ത മെയിൻ റീസൺ എന്ന് പറയുന്നത് SOP ആണ്. അതായത് നമ്മുടെ SOP സിസ്റ്റം മാറിയിട്ടുണ്ട്, ബട്ട് ഇപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആൻസർ വേർഷനിലായിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ SOP പോലെ എഴുതി കൊടുക്കുകയാണ്, റൈറ്റ്? അത് നിങ്ങൾ വീണ്ടും വളരെ കെയർഫുള്ളായിട്ട് റിസർച്ച് ചെയ്യുക. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് വാട്ട് ഈസ് യുവർ പ്ലാൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ബാച്ചിലേഴ്സ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ഓസ്ട്രേലിയ? ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതും ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ ഗൂഗിളിൽ ആമസോൺ അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യും, എനിക്കത് ചെയ്യാം, എനിക്ക് ഇത് ചെയ്യാം, ഒരു ഡീറ്റെയിൽ എന്നിട്ട് URL ലിങ്ക് പേസ്റ്റ് ഒക്കെ ചെയ്തെങ്കിടും. ഓക്കെ, ഫോർ മീ ഇറ്റ് ഈസ് എൻ ആബ്സല്യൂട്ട്ലി റോങ് തിങ്. അതായത് അതൊരു കോപ്പി പേസ്റ്റ് ആൻസറാണ്. ഇമിഗ്രേഷൻ അതല്ല എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൺട്രിയിൽ തിരിച്ച് വന്നിട്ട് ദർ ആർ ഫ്യൂ കമ്പനീസ് ലൈക്ക് ദീസ്, എനിക്ക് ജോബ് ഓപ്പണിംഗ് ചെയ്യാൻ പറ്റും. എനിക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഒരു സിംഗിൾ ഓക്യുപ്പേഷൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു 2 ഓക്യുപ്പേഷൻ എടുക്കുക, ഒരു 5 ഓക്യുപ്പേഷൻ്റെ ആവശ്യമില്ല, ഒരു സിംഗിൾ ഓക്യുപ്പേഷൻ എടുക്കുക സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട്. എനിക്ക് എൻ്റെ വീടിനടുത്ത് അല്ലെങ്കിൽ റേഡിയസിൽ എനിക്ക് ഈ കമ്പനീസൊക്കെ ഉണ്ട്, എനിക്ക് ഇത്രയും റേഞ്ച് ഓഫ് സാലറീസ് വെച്ചുകൊണ്ട് എനിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ദിസ് ഈസ് മോർ ട്രാൻസ്പെറൻറ്റ് ദാൻ ദി അതർ വേ ഓഫ് റൈറ്റിംഗ്. ബിക്കോസ് അവർ നോക്കുന്നത് ഈ കുട്ടി റിസർച്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പം നിങ്ങളത് വളരെ കെയർഫുള്ളായിട്ട് വേണം നിങ്ങൾ SOP എഴുതാൻ. സോ ഡോണ്ട് എക്സ്പെക്റ്റ് യുവർ കൗൺസിലർ ടു റൈറ്റ് ഇറ്റ് ഫോർ യു. നിങ്ങൾ തന്നെ ഇരുന്ന് ചെയ്യുക, മനസ്സിലായോ? സോ നിങ്ങൾ തന്നെ ഇരുന്ന് റിസർച്ച് ചെയ്ത് പ്രോപ്പർലി ചെയ്യുക. ആൻഡ് ഒബ്വിയസ്ലി നിങ്ങളുടെ കൗൺസിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു റിവ്യൂ പോലെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതുകൊണ്ട് SOP വളരെ കെയർഫുൾ ആവണം, സ്പെഷ്യലി ഫോർ സം സെൻസിറ്റീവ് കോഴ്സസ്. സെൻസിറ്റീവ് കോഴ്സസ് ഏതൊക്കെയാണ്? സോഷ്യൽ വർക്ക് ഈസ് എ വെരി സെൻസിറ്റീവ് കോഴ്സ്. ദെൻ യു ഹാവ് നഴ്സിംഗ്. ഓക്കെ, നഴ്സിംഗ് സെൻസിറ്റീവ് കോഴ്സിന് കാരണം എന്ന് വെച്ചാൽ ബിക്കോസ് സാധനം നമുക്ക് എഴുതാനായിട്ടൊന്നുമില്ല. ദേ നോ ദാറ്റ് നമ്മൾ തിരിച്ച് വരത്തില്ല, നമ്മൾ അവിടെ തന്നെയാണെന്നുള്ള അവർക്ക് സംഭവം അറിയാം. പക്ഷേ അതുകൊണ്ട് അത് ഒരുമാതിരി ഒരു വൃത്തിക്ക് എഴുതുക. ഓക്കെ, ദെൻ അതർ സെൻസിറ്റീവ് കോഴ്സ് ഏതൊക്കെയാണ്? കമ്മ്യൂണിറ്റി സർവീസ് ഇസ് എ സെൻസിറ്റീവ് കോഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ടീച്ചിങ് ഈസ് എ സെൻസിറ്റീവ് കോഴ്സ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കോഴ്സസ് ഒക്കെ എഴുതുക. എഞ്ചിനീയറിംഗ്, മനസ്സിലായി? എഞ്ചിനീയറിംഗ് നിങ്ങൾ BTech നാട്ടിൽ പഠിച്ചു കഴിഞ്ഞു, ഇനിയും നിങ്ങൾ മാസ്റ്റേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പോവാം. സോ ഇറ്റ് ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് കണക്ഷൻ. സോ ഇങ്ങനെയൊക്കെ നോക്കി SOP നല്ല പ്രോപ്പർലി മെൻഷൻ ചെയ്യാം. ഓക്കെ, ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ എ വെരി ട്രാൻസ്പെറൻറ്റ്. ഈ AI പരിപാടി നിങ്ങൾ നിർത്തുക. ദേ ആർ നോട്ട് എക്സ്പെക്റ്റിംഗ് നിങ്ങൾ വലിയ ഇംഗ്ലീഷിൽ എഴുതണമെന്നൊന്നും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സോ വളരെ വൃത്തിക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ ഗ്രാമറ്റിക്കലി എല്ലാം കറക്റ്റാണ്, സ്പെല്ലിംഗ് കറക്റ്റാണ് എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ SOP എഴുതുക. ഓക്കെ, സോ ദാറ്റ്സ് ദി സെക്കൻഡ് പോയിന്റ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇത് മോസ്റ്റ് ഓഫ് ദി ഏജൻറ്റ്സ് എന്നോട് സമ്മതിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് ട്രൈ ടു സ്റ്റിക്ക് വിത്ത് Group 8 or Level 1 യൂണിവേഴ്സിറ്റീസ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ് ഇങ്ങനത്തെ ചില കൺട്രീസ്, എസ്പെഷ്യലി ഓസ്ട്രേലിയ ഈസ് വെരി വെരി സെൻസിറ്റീവ് ഫോർ വീസ. അല്ലേ, ഒരു ഓഫർ ലെറ്റർ കിട്ടുന്നത് വലിയ പ്രയാസമുള്ള പരിപാടിയല്ല. പക്ഷേ ഒരു GS പ്രോസസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ GT പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. ഐ എം ഷുവർ ഇന്നത് ഈ വീഡിയോസ് പഴയ പിള്ളേരെ കാണുവാണെങ്കിൽ തന്നെ അവർക്കത് എന്നോട് അഗ്രി ചെയ്യും. ദേ വിൽ അഗ്രി വിത്ത് മീ. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സൊക്കെ ഒന്ന് വായിച്ച് നോക്ക്, ആരെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന്. സോ ഓഫർ ലെറ്റർ ഡസൻ മാറ്റർ. ആർക്കും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ എടുത്തു തരാൻ പറ്റും. ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് തിങ്. ബട്ട് കംപ്ലീറ്റിംഗ് അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. സോ കുറച്ചും കൂടെ ഒരു ഈസിയർ പ്രോസസ്സിങ് ഒക്കെ ചെയ്യുന്നത് Level 1 അല്ലെങ്കിൽ Group 8 ആയിരിക്കും. സോ നിങ്ങൾക്ക് വലിയ പ്രൈസ് വ്യത്യാസങ്ങൾ വരുന്നില്ല. 2 to 3 lakhs വ്യത്യാസം വരുന്നു. ബട്ട് ഇറ്റ് ഡസൻ മേക്ക് മച്ച് ഡിഫറൻസ് ബിക്കോസ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് മാച്ച് ആവും. ഓക്കെ, സോ അതാണ് ദാറ്റ്സ് ദി തേർഡ് പോയിൻറ്റ്. ഓക്കെ, ലാസ്റ്റ് പോയിൻറ്റ് ആക്ച്വലി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പലരും സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഫാദർ, മദർ, അല്ലെങ്കിൽ എൻ്റെ ബ്രദർ, സിസ്റ്റർ, അല്ലെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ അങ്കിൾ, മദറിൻ്റെ ബ്രദർ, അങ്ങനെ പല 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 ആൾക്കാരുണ്ട്. സോ എൻ്റെ അഗെയിൻ കമ്മിങ് ടു ദിസ്, ഈ ഒരു സമയത്ത് ട്രൈ ടു കീപ്പ് മേ ബി 1 സ്പോൺസർ ഓർ 2 മാക്സിമം. ആൻഡ് മോസ്റ്റ്ലി 90% ഷുഡ് ബി യുവർ പേരൻറ്റ്സ്. 70% ഒക്കെയാണ് ഞങ്ങളെല്ലാ ഏജൻസൊക്കെ പറയുക. പക്ഷേ ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ 90%ഉം പേരൻസിനെ തന്നെ ഫോക്കസ് ചെയ്യാൻ നോക്കുക. അതായത് എനിക്കൊരു ബ്രദറുണ്ട്, ആ ബ്രദർ കാനഡയിലാണ് അല്ലെങ്കിൽ ഗൾഫിലാണ്, അവർക്ക് 20 ലക്ഷം രൂപ വർഷത്തിൽ വരുന്നുണ്ട്.
പക്ഷെ മദറും ഫാദറും ജോലി ചെയ്യുന്നില്ല, അവർ റിട്ടയർഡാണ്, അല്ലെങ്കിൽ അവർക്ക് ജോലിയില്ല. അപ്പോൾ അതൊക്കെ ഒരു റിസ്കി കേസായി മാറാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൾവേസ് കീപ്പ്. ഇനി യൂണിവേഴ്സിറ്റീസ് എനിക്ക് തോന്നുന്നില്ല അത് അലൗ ചെയ്യുമെന്ന്. സോ ഓൾ പേരൻസ് ആയിരിക്കണം എപ്പോഴും നിങ്ങളുടെ മെയിൻ സ്പോൺസേഴ്സ്. ആൻഡ് 90% എങ്കിലും അവരുടെ ഫണ്ട് ഉപയോഗിക്കാനുള്ള ഇത് നോക്കണം. ഓക്കെ. ആൻഡ് ഓൺ ദി അതർ സൈഡ് ബ്രദറിനെ സിബ്ലിങ്സിന് ഫസ്റ്റ് സിബ്ലിങ്സ് ആയിട്ട് ആഡ് ചെയ്ത് കസിൻസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഞാൻ ചെയ്യേണ്ടതെന്നല്ല പറയുന്നത്, ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഓക്കെ. ഇല്ലെങ്കിൽ ചുമ്മാ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇഫ് ദ യൂണിവേഴ്സിറ്റി ഈസ് അക്സെപ്റ്റിംഗ് ഇത് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തോ, നോട്ട് എ പ്രോബ്ലം. മനസ്സിലായി? അപ്പോൾ ആ ഒരു റിസ്ക് ഫാക്ടർ കയറുവാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതാണ് മോസ്റ്റ് ഓഫ് ദി കോമൺ റിജക്ഷൻസ് വരുന്ന റീസൺസ് ഇതൊക്കെയാണ്. ഓക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർലി ചെയ്താൽ നിങ്ങൾക്ക് റിജക്ഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ. ഐ എം ടെല്ലിങ് യു, ഫ്രാങ്ക്ലി ഞാൻ പറയാം, ഇത് നിങ്ങൾ 3 എണ്ണം ഇത് ചെക്ക് ലിസ്റ്റ് പോലെ നിങ്ങൾ ചെയ്തെടുക്കുവാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകത്തില്ല. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ്. ഓക്കെ. ആദ്യത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ കോഴ്സാണ്. നിങ്ങളുടെ കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതായത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ദി യൂണിവേഴ്സിറ്റി യു ചൂസ്. അപ്പോൾ 12th കഴിഞ്ഞു, നഴ്സിംഗ് ആണെങ്കിൽ നഴ്സിംഗ്, IT ആണെങ്കിൽ സോഷ്യൽ സയൻസ്, അല്ലെങ്കിൽ സം കോഴ്സസ് ഈ സ്കിൽ ലിസ്റ്റിൽ, ഓസ്ട്രേലിയൻ സ്കിൽ ലിസ്റ്റിൽ ഇല്ലാത്ത കോഴ്സൊക്കെ കുറച്ച് റിസ്ക്കിയാണ്. എടുക്കണ്ടെന്നല്ല പറയുന്നത്, അറ്റ്ലാസ്റ്റ് അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. ബട്ട് ഇത് ട്രൈ ടു ഗോ വിത്ത് ദി സ്കിൽ ലിസ്റ്റ് ബേസ്ഡ് കോഴ്സസ്. അതാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ആവുക. അതിൻ്റെ കൂടെ തന്നെ യൂണിവേഴ്സിറ്റി വളരെ നല്ലതായിട്ട് സ്ട്രോങ് ആയിട്ട് ചൂസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ലെവൽ 1 ഓർ ഗ്രൂപ്പ് 8 യൂണിവേഴ്സിറ്റീസ് ഫീസ് കുറച്ച് കൂടുതലാണ്. ബട്ട് സ്റ്റിൽ 2-3 lakhs ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ വളരെ നല്ലത്. ബിക്കോസ് അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾക്കൊരു 70% അബവ് മാർക്കുണ്ട്, IELTS 6 each, ഓവറോൾ 6.5, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. ചില വെരി ടോപ്പ് ഗ്രൂപ്പ് 8 യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉള്ളൂ 85-90% ഒക്കെ ചോദിക്കുക ബേസ്ഡ് ഓൺ ദ കോഴ്സസ്. ഓക്കെ. സോ ദാറ്റ്സ് ദ സെക്കൻഡ് പോയിൻറ്റ്. മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫണ്ട്സാണ്. ഫണ്ട്സ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഇൻകം ഉണ്ടാവണം. ഇൻകം മിനിമം 12 lakhs ഉണ്ടാവണം. ഇന്ത്യയിൽ നിങ്ങളുടെ നാട്ടിലാണെങ്കിൽ ITR കാണിക്കണം. ലോൺ സഫീഷ്യൻറ്റ് ലോൺ ആയിരിക്കണം. ചുമ്മാ 1 കോടി രൂപ ലോൺ എടുക്കാൻ പാടില്ല. കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവണം, അതായത് ഫിക്സഡ് അല്ലെങ്കിൽ സേവിങ്സ്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്തോ, യു വിൽ ഷ്യൂർലി ഗെറ്റ് എ വീസ. ഓക്കെ. അതാണ് ഇനി മുമ്പോട്ട് ഓസ്ട്രേലിയ നോക്കുന്നത്. ദേ ജസ്റ്റ് വാണ്ട് ക്വാളിറ്റി സ്റ്റുഡൻസ്, ക്വാളിറ്റി പേരൻസ്, ക്വാളിറ്റി സ്റ്റുഡൻസ് വിത്ത് അവർ ആ കോഴ്സ് റിലേഷനാണ് അവർ നോക്കുന്നത്. അപ്പം ഇനി ഇത് ടഫായിക്കൊണ്ടിരിക്കുക. റീസെൻ്റ്ലി നിങ്ങൾ കേട്ട് കാണുമല്ലോ, വീസയുടെ ഫീസ് കൂട്ടി, റൈറ്റ്? പല വീസാസ് അവർ മാറ്റി, അവർ സ്കിൽ ലിസ്റ്റുകൾ കൂട്ടുന്നു, കുറയ്ക്കുന്നു, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പം വൈ ആർ ദേ ട്രൈങ് ടു ഡു ഓൾ ദിസ്? ദേ ആർ ട്രൈങ് ടു ബ്രിങ് ഓൺലി ഗുഡ് പീപ്പിൾ ഇൻസൈഡ് ദ കൺട്രി. മനസ്സിലായോ? സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഇൻഫോർമേറ്റീവ്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് ഇറ്റ് ടു ദ കമൻറ്റ് ബോക്സ്. ലെറ്റ് മീ നോ ഹൗ ഐ ക്യാൻ ഹെൽപ്പ് യു. എന്നെ വിളിക്കാം. അഡ്മിഷൻ റിലേറ്റഡ് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഗിവ് മി എ കോൾ ആൻഡ് വി പ്രോമിസ് യു to get your visa if your profile is right. So thank you so much for listening to this video. My name is Ebin Matthew Varghese.